ഇപ്പം ബിഗ് ബോസ് കഴിഞ്ഞു, അനുമോള് വിന്നറായി. അപ്പോൾ ഈ പ്ലാച്ചിയുടെ ഉള്ളിലുള്ള കൂടോത്രം കൊണ്ടാണ് വിന്നറായത് എന്ന് സ്വാമി വിശ്വസിക്കുന്നുണ്ടോ? അതായത് ആ പ്ലാച്ചി എന്ന് പറയുന്ന സാധനം അവള് കൊണ്ടുപോയിരുന്നത്. ഞാൻ അവക്ക് അവിചാരം ഇപ്പൊ സാത്താസേ വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവൾ ബിഗ് ബോസിനകത്ത് സാത്താസേ വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബ്ലാക്ക് മാജിക് അവള് പല ക്ഷേത്രങ്ങളിലും, അതായത് ചാത്തൻ ക്ഷേത്രങ്ങളിൽ പല സ്ഥലത്ത് പോയി വഴിപാടുകൾ നടത്തിയും വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ഒരിക്കലും ഒരാൾ സമ്മതിക്കത്തില്ല. അങ്ങനെയല്ല, അങ്ങനെ നമ്മൾ കുതന്ത്രങ്ങൾ കൊണ്ട്, അതായത് അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി അവർ ബൂസ്റ്റ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് നെഗറ്റീവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരെല്ലാം വിൻ ചെയ്യും. അപ്പം അനുമോളുടെ കുതന്ത്രങ്ങൾ കൊണ്ടാണ് നല്ലവരായിട്ടുള്ള ഗെയിമേഴ്സ് ഒക്കെ ഔട്ടായി പോയത് എന്നാണ് ആശാൻ പറയുന്നത്. ഇപ്പം അനുമോള് പെരുങ്ങോട്ടുമന പോയിട്ടുണ്ട്, അല്ലാതെ കരിക്കുട്ടി സ്വാമിയൊക്കെ പവർഫുള്ളാണ്. ഞാൻ അനുഗ്രഹിക്കുന്നതാ. ശരിക്കും അനീഷ് എന്ന് പറഞ്ഞ അനീഷല്ലേ, അവനല്ലേ ജയിക്കണ്ടേ? നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ആണോ? ഒരു പ്രേതബാധക്ക് മാമിൻ്റെ അഡ്രസ്സ്, സ്ഥലം, മാമിന് വരുന്ന മാമ എവിടുന്നാണ്, മാമിൻ്റെ കൂടെ വീട്ടിലാരും മരിച്ചിട്ടുണ്ടെന്ന് വരെ പറയും. ചില ബാധ വിഷയം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. നമസ്കാരം, ഫെയിം സ്റ്റെപ്പിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ള വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരു വ്യക്തി തന്നെയാണ്. നമ്മുടെ ബിഗ് ബോസിലുള്ള അനുമോളുടെ പാവയായ പ്ലാച്ചിയുടെ ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടോത്രം ഉണ്ടെന്നൊക്കെയാണ് പുള്ളി മുമ്പത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ലെറ്റ്സ് വെൽക്കം സുജിത് ആശാൻ. നമസ്കാരം. അപ്പം സുജിത് ആശാൻ, ഇപ്പം ബിഗ് ബോസ് കഴിഞ്ഞു, അനുമോള് വിന്നറായി. അപ്പോൾ ഈ പ്ലാച്ചിയുടെ ഉള്ളിലുള്ള കൂടോത്രം കൊണ്ടാണ് വിന്നറായത് എന്ന് സ്വാമി വിശ്വസിക്കുന്നുണ്ടോ? അതായത് അവക്ക് ഒരു പ്രൊട്ടക്ഷനായിട്ട് അവൾ കൊണ്ടുപോയിരുന്ന ഒരു സാധനമായിട്ടാണ്, അതായത് ആ പ്ലാച്ചി എന്ന് പറയുന്ന സാധനം അവൾ കൊണ്ടുപോയിരുന്നത്. ഞാൻ അവക്ക് അവിചാരം ഇപ്പൊ സാത്താസേ വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവൾ ബിഗ് ബോസിനകത്ത് സാത്താസേ വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബ്ലാക്ക് മാജിക് അവൾ പല ക്ഷേത്രങ്ങളിലും, അതായത് ചാത്തൻ ക്ഷേത്രങ്ങളിൽ പല സ്ഥലത്ത് പോയി വഴിപാടുകൾ നടത്തിയും വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ഒരിക്കലും ഒരാൾ സമ്മതിക്കത്തില്ല. ഞാൻ എന്നത് ചെയ്തെന്ന് പറയത്തില്ല. വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം അങ്ങനെ. ആരെങ്കിലും സമ്മതിക്കുമോ? ഞാൻ ഇന്ന കാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കത്തില്ല. വെച്ച് കഴിഞ്ഞാൽ അന്നേരം എൻ്റെ അടുക്കൽ ഇപ്പോൾ ഒത്തിരി മാതാപിതാക്കൾ ചോദിച്ചിട്ടുണ്ട്, അച്ഛനെ എന്നെ പോലെ ഇങ്ങനെ ജയിക്കാൻ പറ്റുമല്ലേ? ഞാൻ പറഞ്ഞ് അതിനകത്ത് പൈസ കൊടുത്ത് ചെയ്യുന്നതായിട്ടുള്ള എത്രയോ പേരുണ്ട്. അതായത് അതിന് വോട്ടിങ് ആയിട്ട് പൈസ കൊടുത്ത് വോട്ടിങ് ഉണ്ടാക്കുന്നതായിട്ടുള്ളതും. ഇപ്പം നമ്മുടെ കേരള ഇലക്ഷൻ തന്നെ വരുന്നുണ്ട്, അതും കാശ് കൊടുക്കുന്നില്ലേ അവർക്ക്. ഇപ്പോൾ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ 25,000 രൂപ പറയുന്നത് കേട്ടിട്ടുണ്ട്. 25,000 രൂപ മതി, അതിൽ കൂടുതൽ ചിലവാക്കാൻ പാടില്ല. നമ്മുടെ വാർഡിൽ, ഇപ്പോൾ മാം താമസിക്കുന്ന വാർഡിൽ എത്ര ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ടെന്ന് നോക്കിയാൽ തീർച്ചയായും. അന്നേരം ഒരു ഫോട്ടോയ്ക്ക് ഏകദേശം 50 രൂപയ്ക്ക് മേളിൽ ചിലവ് വരും. എൻ്റെ ഒരു ചെറിയൊരു ഇത് വെച്ചിട്ട് അന്നേരം ആയിരങ്ങളാണ് ഒട്ടിക്കുന്നത്. അതിന് 25,000 രൂപയ്ക്കൊന്നും അടയ്ക്കലെന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ മത്സരങ്ങളിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് തന്ത്രം കുതന്ത്രം ഉണ്ടാവും. ഇല്ലതാരും ജയിക്കാറില്ല. അതായത് നന്നായിട്ട് ജയിക്കാനുള്ള കഴിവുള്ളവരൊന്നും ഒരിക്കലും അവരെ ജയിപ്പിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ പുറകെ നിൽക്കുന്നവർ ചെയ്തിരിക്കും അത് കൃത്യമായിട്ട്. അപ്പം ഇങ്ങനെ പുറകെ നിന്ന് ആളുകൾ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പം അനുമോളുടെ കുതന്ത്രങ്ങൾ കൊണ്ടാണ് നല്ലവരായിട്ടുള്ള ഗെയിമേഴ്സ് ഒക്കെ ഔട്ടായി പോയത് എന്നാണ് ആശാൻ പറയുന്നത്. അല്ല, അങ്ങനെയല്ല. അങ്ങനെ നമ്മൾ കുതന്ത്രങ്ങൾ കൊണ്ട്, അതായത് അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി അവർ ബൂസ്റ്റ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് നെഗറ്റീവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരെല്ലാം വിൻ ചെയ്യുള്ളൂ. ഇപ്പം ഞാൻ കൊണ്ടുവന്ന് നിങ്ങൾക്ക് പറ്റാത്ത സാധനങ്ങൾ കൊണ്ടുവന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല. തീർച്ചയായും. പറ്റുമോ? ഇല്ല.
അതായത് ഇപ്പോൾ ഇതിനകത്ത് പറയുന്ന ആഭിചാരം ഇല്ല, ആഭിചാരം ഉണ്ട്, പ്രേതബാധ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതാരും തിരക്കി പോകാറുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് ഇതിൻ്റെ 50% വിശ്വാസികളും 50% വിശ്വാസം ഇല്ലാത്തവരുമാണ്. അതിനകത്ത് 50% വിശ്വാസമുള്ളതിൽ ശരിക്കും 25% കൃത്യമായിട്ടുള്ള വിശ്വാസമുള്ളവരുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിച്ച് ക്രിസ്ത്യൻ മതത്തിൽ ഇരിക്കുന്നവർക്ക് നല്ല വിശ്വാസമുള്ളവരാണ്, മുസ്ലിം മതത്തിൽ. പക്ഷേ ഹിന്ദു സമൂഹത്തിൽ വന്നു കഴിഞ്ഞാൽ വിശ്വാസമുണ്ട്, പക്ഷെ ഉത്സവത്തിന് മാത്രമേ കാണുള്ളൂ. ശരിയല്ല, ഒരു ഉത്സവത്തിന് എല്ലാവരെയും കാണും. വെച്ച് കഴിഞ്ഞാൽ അടിച്ച് വെച്ചാൽ പ്രാർത്ഥിക്കാനുള്ള അത് നിസ്സാരം, നമ്മൾ പ്രാർത്ഥിക്കാനുള്ള ഒരു ഇതുപോലും ശരിക്കും ഇപ്പോഴത്തെ ജനറേഷനുള്ള പിള്ളേർക്ക് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാനൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിഞ്ഞുകൊള്ളുന്നുള്ളൂ. അതിൻ്റെതായിട്ടുള്ള ദൂഷ്യഫലങ്ങൾ ശരിക്കും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകാറുണ്ട്. അന്നേരം പൈസ ഉള്ളവർ പല സ്ഥലങ്ങളിലും പോവും, അവർക്ക് വേണ്ട തകിടുകളും രക്ഷാബന്ധനവും ഇതെല്ലാം അവർ ചെയ്യാറുമുണ്ട്, അവർ രക്ഷപ്പെടുകയും ചെയ്യും. എന്തുകൊണ്ട് നമ്മുടെ കുട്ടികളും നമ്മൾ കുറച്ച് പേര് മാത്രം ക്ഷേത്രങ്ങളിൽ പോകണം, കുറച്ച് പേര് പോകാത്തത്? ഇപ്പം എന്തുകൊണ്ട് ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ ചകഞ്ഞ് പിടിച്ച് ഇപ്പോൾ അനുമോള് പെരുങ്കോട്ടുമന പോയിട്ടുണ്ട്, അല്ലാതെ കരിക്കുട്ടി സ്വാമിയൊക്കെ പവർഫുള്ളാണ്. ഞാൻ അനുഗ്രഹിക്കുന്നതാണ്. ഞാൻ അവിടെ ഇരിക്കുന്ന മൂർത്തികളൊക്കെ അനുഗ്രഹിക്കുന്നതാണ്. അന്നേരം ഒരാൾക്ക് അനുഗ്രഹിച്ചിട്ട് ആ വിഷയം എടുക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ അവിടുത്തെ പരിഹാരം നടക്കുന്നതുമായിട്ട് നമുക്കറിയാം. ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടറിയാം. അങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ അന്ധവിശ്വാസമാണ്. അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് നടക്കുന്നവർ അത് വിശ്വസിച്ച് കിടന്നാൽ മതി, നമ്മുടെ പുറകെ വരണ്ട. ഇപ്പോൾ പറയല്ലേ, നമ്മൾ ആരാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ മൂർത്തി എന്താണെന്ന് പറയുമെങ്കിൽ ആ മൂർത്തിയുടെ പുറകെ പോയെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അനുമോള് PR ടീം ഇതായിട്ട് ജയിച്ചതല്ല, പൈസ മുടക്കിയതുകൊണ്ട് ജയിച്ചതല്ല, ഈ ഒരു കരിക്കുട്ടീനെ അങ്ങനെ ചാത്തൻ സേവൊക്കെ ചെയ്തുകൊണ്ട് അവള് 2 രീതിയിലും ചെയ്തിട്ടുണ്ടല്ലോ. ഒരു രീതിയിൽ മാത്രമല്ല അവള് പോസ്റ്റ് ചെയ്തത്, അവള് PR കൊടുത്ത്, അതിൻ്റെ പുറമെ കൊടുത്ത്. പിന്നെ എന്തുകൊണ്ട് കൗണ്ടിങ് നടക്കുമ്പോൾ ബ്ലോക്ക് ചെയ്ത്? നിങ്ങൾ ഇന്നവരെ ചോദിച്ചിട്ടുണ്ടോ കൗണ്ടിങ് നടക്കുമ്പോൾ ബ്ലോക്ക് ചെയ്ത്? മതി, ഇത്രയും മതി. ശരിക്കും അനീഷ് എന്ന് പറഞ്ഞ അനീഷല്ലേ, അവനല്ലേ ജയിക്കണ്ടേ? നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ആണോ? എൻ്റെ ഒരു ഒപ്പീനിയനിൽ അതെ അല്ലേ? ശരിയല്ലേ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാമാന്യ ഒരു ബോധമുള്ളവർ മനസ്സിലാവും. അന്നേരം നമ്മളിത് പറയുമ്പോൾ അവരുടെ ഫാൻസ് ആയിട്ടുള്ള അവർ നമ്മളത് ശരിക്കും ട്രോൾ ചെയ്യും. എന്നെ നന്നായിട്ട് ട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം. നമുക്ക് സത്യം മുഖത്ത് നോക്കി പറയണവന് എന്തോരം ചവിട്ടിത്താത്താൻ പറ്റും എന്നുള്ള സമൂഹമാണ് നമ്മൾ. അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല. അതായത് ഞാൻ ചെയ്യുന്ന കർമ്മവേദി എന്ന് പറഞ്ഞാൽ ആദിവാസി കർമ്മവേദിയാണ്. ആദിവാസി കർമ്മവേദി എന്ന് പറയുമ്പോൾ പൂജാതി കർമ്മങ്ങൾ പറയാം, തന്ത്രമാണ്, തന്ത്രപ്രധാനമാണ്. ഞങ്ങൾക്ക് ഒരാളെ കണ്ടാൽ അറിയാം അവരുടെ വിഷയം എന്താണെന്നുള്ളതും അവരെന്താണെന്നുള്ളതും. എന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നു? എല്ലാം വിളിച്ചു പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് കേൾക്കേണ്ടി വരും. പിന്നെ അതിൽ ഒരാളെ കാണുമ്പോൾ തന്നെ അവരുടെ വിഷയങ്ങൾ നമ്മളൊരു വേദിയിലിരുന്ന് നമ്മൾ അങ്ങനെ വെല്ലുവിളിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഞാൻ കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുമുണ്ട്, കാണിച്ചു കൊടുത്തിട്ടുമുണ്ട്. മനസ്സിലായ? അതായത് മരിച്ചുപോയ ആൾക്കാരെ കാണണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. അതന്നെയാണല്ലോ മെന്റലിസം എന്ന് പറയുന്നത്. മെന്റലിസം അത് തന്നെയാണ്. ഇത് എല്ലാത്തിനും റൂട്ടിൽ എല്ലായിടത്തും ഒരു കണ്ണിയുണ്ട് ഇതിനകത്ത്. അതായത് യേശുക്രിസ്തുവിൻ്റെ കർമ്മവേദി, യേശുക്രിസ്തു രോഗപീഠകൾ മാറ്റി. അതേപോലെ തന്നെയാണ് ശരിക്കും സേവയിലും വരുന്നത്, ബോധിധർമ്മൻ എന്ന് പറയുന്നത്. അന്നേരം അതേപോലെ തന്നെ ഓരോ കർമ്മത്തിലും ഓരോ മുസ്ലിംപരമായിട്ടും അവർക്ക് വെള്ളം ഓതി കൊടുക്കാനുള്ള അതിലൊക്കെ മാറുന്നതായിട്ടുണ്ട്. അത് ചെയ്യാൻ പഠിച്ചവനും കഷ്ടപ്പെട്ടവനും ഉണ്ട്. പക്ഷെ അവന് സമൂഹത്തിൽ വിലയുണ്ടാകില്ല ഒരിക്കലും. പക്ഷെ അവർക്ക് വെട്ടത്ത് വരാനായിട്ട് താല്പര്യം കുറവായിരിക്കും കൂടുതൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എല്ലാവരും കാണിച്ചു കൊടുക്കണം, ഇത് മനസ്സിലാക്കി കൊടുക്കണമെന്നുള്ള അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോഴത്തേത്. ഇനി എന്താണ് അറിയേണ്ടത് വേറെ? ഓക്കെ, ഇപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ എടുത്തെടുത്ത് പറഞ്ഞൊരു കാര്യമാണ് പ്രേതബാധയുണ്ട്, പ്രേതമുണ്ട് എന്നുള്ളത്. അങ്ങനെ ഉള്ള ഒരു കാര്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്തടത്തോളം കാലം നമുക്കത് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരെണ്ണം എക്സ്പീരിയൻസ് ചെയ്തിട്ടായിരിക്കുമല്ലോ താങ്കൾ പറയുന്നുണ്ടാവും. ഞാൻ ഒരെണ്ണം അല്ല എക്സ്പീരിയൻസ് ചെയ്തിരിക്കും, ഞാൻ ഒത്തിരി എക്സ്പീരിയൻസ് ഞാനും ഉണ്ടായിരുന്നു. അതായത് ഈ പ്രേതബാധ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കുടുംബപരമായിട്ടുള്ള
ആരെങ്കിലും മരണപ്പെടുക, നമുക്ക് കുട്ടികൾ മരണപ്പെടുക, അതായത് ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് വീഴുക എന്നൊക്കെ പറയും. അതായത് ശരിക്കും വീഴ്ത്തുക എന്നാണ് പറയുന്നത്. വീഴുക, ആ സമയത്തൊക്കെ കുട്ടി അബോർട്ടഡ് ആയിട്ട് പോവുക. പിന്നെ നമ്മൾ തന്നെ ഒരു കുട്ടി ജനിച്ച് ഒരു 4 ഇപ്പോൾ ഒരു കുട്ടിക്ക് 1 വയസ്സേ ആയുള്ളൂ, അയ്യോ ഇനി അടുത്തതിന് നമുക്ക് നോക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ഇതിൽ നമ്മൾ കൊണ്ടുപോയി അത് വേണ്ടെന്ന് വെക്കും. അങ്ങനെ ചെയ്യുന്നതായിട്ടൊക്കെ വരുന്നത് ഒരുപാട്. ഇത് ആ മരിച്ചു എന്ന് പറയുന്ന സമയം കഴിഞ്ഞ് അടുത്ത ജനിച്ചിരിക്കുന്നതായിട്ടുള്ള ശരീരത്തിൽ ഇത് പ്രവേശിക്കും, ദേഹം. അതായത് അങ്ങനെ ചോദിക്കല്ലോ, എല്ലായിടത്തും എല്ലാവരുടെ മേത്ത് പ്രവേശിക്കാം. ചില ആൾക്കാരുടെ കുടുംബപരമായിട്ട് ചില ആൾക്കാരുടെ മേത്ത് പ്രവേശിച്ച് കഴിഞ്ഞാൽ അവർക്കൊരു 12 വയസ്സ് 15 വയസ്സ് ചിലപ്പോൾ 20 വയസ്സിന് മേളിലൊക്കെ കുട്ടി പഠിക്കണില്ല, ഇരിക്കുമ്പോൾ തലക്ക് ഭാരം വരുന്നു, രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, എന്തെങ്കിലും ചോദിച്ചാൽ ദേഷ്യപ്പെടുന്നു. അന്നേരം അവർ ശരിക്കും പറഞ്ഞാൽ അവർ ബാധിച്ചിരിക്കുന്നതായിട്ടാണ്. അത് ഞങ്ങൾ നമ്മുടെ ഇടയ്ക്ക് വന്നു കഴിയുമ്പോൾ നമ്മളതിൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവർ സംസാരിക്കും. ആ ആളല്ല സംസാരിക്കണമില്ല. അതായത് ഇപ്പോൾ ഒരു വണ്ടി ആക്സിഡൻറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെട്ടിട്ടുള്ള പ്രായമുള്ള ഒരാൾ പേരിട്ടിരിക്കുന്ന ഒരാളാണ് മരണപ്പെട്ട് അതിൻ്റെ ബാധയാണ് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുക ഇന്ന ആളാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നതാളാണ്. എങ്ങനെ മരണപ്പെട്ടു? ഞാൻ ഇന്നതുപോലെ മരണപ്പെട്ടു. എന്തിനു വന്നു? ഈ കുടുംബം നശിപ്പിക്കാൻ, അത് ഇന്ന കാര്യം ചെയ്യാൻ. ഒരിക്കലും ഒരു പ്രേതബാധ എന്ന് പറയുന്ന സാധനം ഒരാളെയും സംരക്ഷിക്കാറില്ല. നമ്മൾ നമ്മുടെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഒക്കെ വണ്ടി ആക്സിഡൻറ്റോ എന്തെങ്കിലുമൊക്കെ ദുർമരണം ഇതൊക്കെ വെക്കുമ്പോൾ നമ്മൾ വീട്ടിൽ ഫോട്ടോ വെക്കും, അതിന് മാലയിടും, ഡെയിലി രാവിലെ വന്നിട്ട് പറഞ്ഞു അച്ഛ അമ്മ സഹോദര എന്നെ കാത്തോളണേ. ഇത് നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ അതിനെ ആചരിക്കുക എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അതിന് ചാർജ് ആവും, അതായത് പവർ വെക്കും. ആ പവർ ബാധയായിട്ട് മാറിയണത് ശരിയാണ്. അത് നമ്മുടെ ശരീരത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതപരമായിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ടു തുടങ്ങുമെന്നുള്ളതാണ്. അതായത് നഷ്ടപ്പെട്ടു തുടങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ധനപരമായിട്ടുള്ള രീതിയിലുള്ള ബന്ധനങ്ങളുണ്ടാവും. നമുക്ക് ആദ്യമേ തന്നെ തുടങ്ങുന്നത് നമുക്ക് ചെറിയ തലവേദന. ചിലവർ പറയും മൈഗ്രെയിൻ ആണെന്നും പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്. ഇന്നും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മാറാത്ത തലവേദന മാറിയെന്നും പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈഗ്രെയിൻ ആണെന്നും പറഞ്ഞു മെഡിസിൻ കഴിക്കുകയാണ് ശരിക്കും. അന്നേരം ഇവർ ഡോക്ടറുടെ അടുക്കൽ പോവും, ഒരു സൈക്കാട്രിസ്റ്റായിട്ടുള്ളവരെ കൊണ്ടുപോകും, അല്ലെങ്കിൽ മെൻ്റലിസ്റ്റ്, അവർ മെഡിസിൻ കഴിച്ച് അത് മെൻ്റലി വിഷയങ്ങളാവും ജീവിതത്തിൽ. പിന്നീട് ഒരു സൈക്കോ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അന്നേരം ഇത് ശരിക്കും ഇത് ഇങ്ങനെ വരുന്നതായിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ ക്ഷേത്രപരമായിട്ടുള്ളതും ചൈതന്യപരമായിട്ടും ഇപ്പോൾ പള്ളിപരമായിട്ടുള്ളതും മൂർത്തിഭാവങ്ങളൊക്കെ ഉള്ള അടുത്തേക്ക് ഇവർക്ക് ചെല്ലാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ അതിൻ്റെ വാതിക്കെ ചെന്ന് കഴിയുമ്പോൾ ഇവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. നമുക്ക് ഈ ബാധ പ്രശ്നമുള്ളവർ ഒരിക്കലും അമ്പലത്തിന് വാദിക്കല് പവർ കൂടി, അതായത് ദേവീ ക്ഷേത്രങ്ങളിൽ കാളീപരമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഇവർ കാലെടുത്ത് വെക്കല്. ഇവർക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇവർക്ക് നെഗറ്റീവായിട്ട് ഇവർക്ക് നെഗറ്റീവാണ്. നമുക്കിപ്പോൾ ഇപ്പം ഇല്ലാത്തവർക്കതൊരു പോസിറ്റീവും ഉള്ളവർക്കത് നെഗറ്റീവ്. അതുകൊണ്ടാണ് ചിലവർ ക്ഷേത്രത്തിൽ വരാൻ പറഞ്ഞവർ വരത്തില്ല. നിങ്ങൾ നോക്കൂ, എനിക്ക് വിശ്വാസമൊന്നുമില്ല. ഏത് അവരുടെ മേത്ത് ഈ വിഷയം ഉണ്ടാകാം. അങ്ങനെയാണ് നമുക്ക് ഒഴിവ് വരുന്നത്. അതായത് അവരുടെ കൈരേഖയിൽ തന്നെ കാണിക്കും അവരുടെ വീട്ടിലുള്ള മരണപരമായിട്ടുള്ളത് അവരുടെ കർമ്മവേദിപരമായിട്ടും ഇന്നപോലെ അവർക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയ അവരുടെ മുമ്പിൽ വെച്ച് അവരുടെ കൂടെയുള്ളവരെ കാണിച്ചു കൊടുക്കും ഇന്ന ആളുടെ മേത്ത് പ്രേതബാധയുണ്ടെന്ന്. അതിന് ശേഷമാണ് ഒഴിവെടുക്കണം നമ്മൾ. അങ്ങനെ വീട്ടുകാർ കുറേയൊക്കെ ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു, ഇപ്പം എടുക്കാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഫോൺ ഹാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോഴും കിടപ്പുണ്ട് എൻ്റെ കയ്യിൽ. ഇപ്പം ഞാനല്ലാതെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കാണണമെങ്കിൽ സംശയമുണ്ടോ ഈ പറയുന്ന ഫേക്കാണെന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ 2-3 ദിവസം ബുദ്ധിമുട്ടുണ്ട് വരും. ഇത് എല്ലാ ദിവസവും ഉണ്ടാകത്തില്ല. ആഴ്ചയിൽ എങ്ങനെ കളിച്ചാലും 3-4 ഞാൻ പോയി ചെയ്യാറുണ്ട്. നേരിട്ട് കാണിച്ചു കൊടുക്കും, നേരിട്ട് സംസാരിക്കുക. അവർ അവരുടെ കുടുംബചരിത്രം വരെ പറയും. ഒരു പ്രേതബാധക്ക് മാമിൻ്റെ അഡ്രസ്സ് സ്ഥലം, മാമിന് വരുന്ന മാമ എവിടുന്നാണ്, മാമിൻ്റെ കൂടെ വീട്ടിൽ ആരും മരിച്ചിട്ടുണ്ടെന്ന് വരെ പറയും. ചില ബാധ വിഷയം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്.
ഓക്കെ, ഇപ്പൊ ഈ ഒരു ബാധ ഉള്ളിലുള്ള സമയത്ത് ആളുടെ ടോണിൽ തന്നെയാണ് സംസാരിക്കുക, അതോ ആൾക്കൊരു എക്സ്ട്രാ പവർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ സൗണ്ടിൽ വ്യത്യാസം, വേരിയേഷൻ ഉണ്ട്. വേരിയേഷൻ ഉണ്ടാവും. അതായത് ഒരു ഒരു കുട്ടിക്ക്, ഒരു 7 വയസ്സുള്ള ഒരു കുട്ടി, ഒരു പെൺകുട്ടി വന്നിട്ട് എൻ്റെ അടുക്ക് വന്നിട്ട്, എന്താടാ നീ എന്നെ ഒഴിപ്പിക്കാൻ വന്നതാണ്, നീ എന്നെ ഒന്നും ചെയ്യാൻ, നീ മാറിയില്ലടാ എന്നൊക്കെ എൻ്റെ അടുക്ക് ഭയങ്കര ഭീതിയിൽ. ഞാൻ ചിരിച്ചു പറഞ്ഞു, മോളെ ഞാൻ മോളൊന്നുമല്ല. ഞാൻ ചോദിച്ചു ആരാണ്? പിന്നെ പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. പുള്ളി കെട്ടിടത്തിൻ്റെ പണിയൊക്കെ ആയിരുന്നു. പുള്ളിക്ക് അറ്റാക്ക് വന്ന് ശരിക്കും ഇതാകാതെ തന്നെ മരിച്ചതാണ്. വെച്ചാൽ ഒരു അപകടത്തിലൊക്കെ പുള്ളിക്ക് കേട് വന്ന് മരിച്ചത്. ഞാൻ ഇന്ന ആളാണ്. ഞാൻ എന്തിനാ കയറിയിരിക്കണം, ഇവരെല്ലാവരും എനിക്ക് കൊല്ലണം. ഞാൻ പറഞ്ഞു, അതായത് 7 വയസ്സുകാർ കൊച്ചിനെ പിടിച്ചാൽ നിൽക്കണില്ല. അന്നേരം ഞാൻ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട്, ഞാൻ ഒഴിവ് ചെയ്ത് കഴിഞ്ഞിട്ട് ചോദിച്ചു, ഇപ്പം മോൾ എന്നാ പറഞ്ഞിന്, എനിക്ക് എന്താണ് സംഭവിച്ചതെന്നാണ് അറിയാൻ പറഞ്ഞു. എന്നെ ഇപ്പോഴും ആ കൊച്ചി സ്കൂളിൽ പോകുമ്പോൾ കാണുകയാണെങ്കിൽ മാമാന്നും പറഞ്ഞ് ഓടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആ സമയത്ത് അറിയാൻ പറ്റുന്നില്ല എന്താണ് സംഭവിക്കുന്നത്. ചില ആൾക്കാർക്ക് ഒരു 10% അവരുടെ ബോധം നിൽക്കും. അവർ പറയുന്നുണ്ട്, ഞാൻ അതല്ല പറയാൻ ഉദ്ദേശിച്ചത്, പക്ഷെ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവർ പറയുന്നുണ്ട് ഞാൻ എന്തോ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ മുമ്പിലാണ് നിൽക്കുന്നത്, പക്ഷെ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അത് കഴിയുമ്പോൾ ഒഴിവ് ചെയ്യുമ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്നൊരു സാധനം മാറിപ്പോയതായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഒരു പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി, അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു കളികളാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആശാന് നിഷേധിക്കാൻ പറ്റുമോ? അങ്ങനെ പറയാനാണെങ്കിൽ ഈ പുസ്തകത്തെ പഠിച്ചു വച്ചിരിക്കുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊരാളെ എഴുതുന്നു. നിങ്ങൾ പഠിച്ച് ഇവിടം വരെ എത്തിയിരിക്കുന്നത് ഓരോരുത്തരെ അവരുടെ ഇഷ്ടത്തിന് എഴുതി വെച്ചിരുന്നത് മാത്രം പഠിച്ചു വന്നതാണ്. നിങ്ങൾക്ക് പ്രകൃതി എന്താണെന്നതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. നാളെ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പം തീയാണ്, അത് തൊട്ടാൽ പൊള്ളും. അന്നേരം നമ്മൾ ബുക്കെ കണ്ടിരിക്കുന്ന പഠനപരമായിട്ടുള്ള കാര്യങ്ങൾ അത് വിശ്വസിക്കുന്നവർ അതേ വിശ്വസിച്ച് പോകട്ടെ എന്ന് പറഞ്ഞു. ഇപ്പം ശബരിമല വിഷയം തന്നെ പറയുന്നു. 12 രാജാവിൻ്റെ മകനാണ് ഒരു ശബരിമല അയ്യപ്പൻ, അല്ലേ, എടുത്തു വളർത്തിയെന്ന് പറഞ്ഞു. ഈ 12 രാജകുടുംബം ഉണ്ടാകുന്നതിന് മുമ്പ് ശബരിമല അവിടെ ഉണ്ടായിരുന്നു. ആ ചാത്തൻ അവിടെ ഉണ്ടായിരുന്നു, അവിടെ ആരാധന ഉണ്ടായിരുന്നു. അയ്യപ്പൻ അവിടെ പോയി, അയ്യപ്പൻ അവിടെ സമാധിയായെന്ന് പറയുന്നുണ്ട്. കെട്ടുകഥകളാണ്. ചാത്തനാണ്, അയ്യപ്പനല്ലെന്നാണോ പറഞ്ഞു വരുന്നത്? ശരിക്കും ചാത്തനോ? ആദിവാസികളുടെ വെച്ചാരാധന മൂർത്തി കാളിയും ചാത്തനുമാണത്. കാളിയുണ്ട് അവിടെ, മാളികപ്പുറത്തപ്പം കാളിയാണ്. എന്താ പറയാത്തതാരും, എന്താ നോണ്ടാത്തതാരാ? അതായത് കല്ലടിങ്കോട് മലവാരത്തിൽ കാളി ഉപാസന നടത്തുന്നതും കല്ലടിങ്കോട് മലവാരം കേട്ടിട്ടുണ്ടോ? പാലക്കാട്. അതിനെക്കുറിച്ച് പഠിക്കണം. ശരിക്കും അവിടുന്നാണ് ഉത്ഭവസ്ഥാനം കാളി. ട്രൈബൽസ്, ആദിവാസികൾ കഷ്ടപ്പെട്ട് ആർജിച്ചുണ്ടാക്കി വെച്ചിരുന്ന ഒരു ശക്തി, രാജഭരണങ്ങളും പട്ടാള ഭരണങ്ങളും ഇതെല്ലാം വന്ന് പിടിച്ചെടുത്ത് അവരുടെ കയ്യിലായി, ബ്രാഹ്മൺസിൻ്റെ കയ്യിലായി, പൂന്നൂലിട്ട് ശക്തി കൂടിയതെല്ലാം പിടിച്ചെടുത്ത്. ആ മൂവിയാണ് കാന്താര എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം കഥയാണ്. അല്ലാതെ കർണാടകയിലെ ഈ ചാത്തനൊന്നുമില്ല, അവിടെ വേറെ. അപ്പം പറഞ്ഞു വരുന്നത് അവിടെ അയ്യപ്പനല്ല, കാളിയാണ്. പിന്നെ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് അവിടെ പ്രവേശിക്കാൻ? അല്ല, കാളിയും ചാത്തന അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കഷ്ടപ്പെട്ട് വേണം മല കയറാൻ. അതായത് ഇപ്പം സുഖമായിട്ട് കടന്നു പോകും, ഇപ്പം വണ്ടിയൊക്കെ ഓടി കയറുന്നുണ്ട്. ആ കാടിനകത്ത് കൂടെ പോയി കഴിഞ്ഞാൽ മൃഗങ്ങളുടെ ശല്യങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അന്നേരം ഈ ബ്രാഹ്മൺസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ആർദവം എന്ന് പറയുന്ന, സ്ത്രീകൾക്ക് ആർദവം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് വരുമ്പോഴാണ് അവർക്ക് അയിത്തം വരുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സ്ത്രീകൾക്ക്
ആർദ്രവും കാര്യങ്ങളും അത് അവർക്ക് ജന്മനാ ഉള്ളതാണ്. അവർക്ക് ജനിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഗർഭം ധരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് അവർക്ക് മാറ്റാൻ പറ്റത്തില്ലത്. അല്ലെങ്കിൽ ഗർഭപാത്രം എടുത്ത് ദൂരെ കളയണം. ഈ പറയണ തന്ത്രിയൊന്നും ഉണ്ടാകില്ല. നേരെ ഗർഭപാത്രം ഇല്ല, തന്ത്രി ഇല്ല. ഇതിൽ നിന്നാണല്ലോ അവരും വന്നത്. അതെ, തീർച്ചയായിട്ടും. ശരിക്കും അമ്മ എന്ന് പറയുന്നത് ഭൂമിയെ ആയിട്ട് കാണുക, ഒരു സ്ത്രീയെ ഭൂമിയായിട്ട് കാണുക. ഇപ്പൊ കാണാത്തത് കൊണ്ടാണ് ഇവിടെ ഈ ലോകം ഈ വശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അവിടെ സ്ത്രീകളും തൊഴുതണ്ടിരുന്ന സ്ഥലം തന്നെയാണ്. ആദിവാസി സ്ത്രീകൾ അവിടെ തൊഴുതണ്ടിരുന്നതാണ്. ഈ തോട്ടലും നീണ്ടതിലും എന്ന് തുടങ്ങി, അതായത് വെളുത്തതും കറുത്തതും എന്ന് പറയുന്ന ഭാഗം എവിടെ തുടങ്ങി, അവിടെ തുടങ്ങി നാശം. മനുഷ്യർ തന്നെയാണ്. അതായത് പിന്നെ ഉൾക്കാടുകളിലുണ്ടായിരുന്ന ആദിവാസിപരമായിട്ടുള്ള മൂപ്പന്മാരും അവർ വെച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന നല്ല പ്രൊഫൈലിരുന്ന് വെച്ചാൽ ചൈതന്യം ബ്രാഹ്മൺസ് ഒന്ന് നശിപ്പിച്ചെന്ന് തന്നെ പറയാം. അതുകൊണ്ടല്ല വിഷ്ണുമായ എന്ന് പറയുന്ന മൂർത്തിക്ക് പൂന്നൂലില്ല. പക്ഷെ വിഷ്ണുമായ എന്ന് പറയുന്നത് നിങ്ങൾ എടുത്ത് പടം എടുത്ത് നോക്കിയോ, അതിന് പൂന്നൂലുണ്ട്. അതെന്താ, ബ്രാഹ്മൺസിന്റെ കൈ വന്നപ്പോൾ അവർ പൂന്നൂലിട്ട് കൊടുത്തു. ആദിവാസി പയ്യന് പൂന്നൂല് എവിടുന്ന വരുന്നത്? ഞാൻ ഈ വിഷ്ണുമായ ചാത്തന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, അത് കുടിയിരുത്തിയ വിഷ്ണുമായ സ്വാമിയെ കുടിയിരുത്തിയ ആളുകളുടെ കുടുംബം മൊത്തം മുടിഞ്ഞു പോയി എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അതില് സത്യമൊന്നുമില്ല. അതെന്താ കാര്യം? അതായത് ഉപനയനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂന്നൂലിടുക. അതായത് പഠിച്ച് പൂന്നൂലിട്ട് മന്ത്രദീക്ഷ എടുക്കുന്നവരോ ഉപനയനം എടുത്ത് പോകുന്നത്. മനസ്സിലായി? മന്ത്രദീക്ഷ ഇത് ഞാൻ പഠിച്ചിരിക്കുന്ന തന്ത്ര. ഞങ്ങൾക്ക് പൂന്നൂലൊന്നുമില്ല. ഞങ്ങൾക്ക് പൂന്നൂലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ആരെയും പാവക്കാറുമില്ല. തന്ത്രിമാരെ ഒന്നും ഞങ്ങൾ പാവക്കാറൊന്നുമില്ല. അതായത് പാവക്കാറില്ലെന്ന് വെച്ചാൽ അവർ ചെയ്യണത് ശരിയാണെന്ന് ചോദിച്ചാൽ അവർ ചെയ്യണത് ശരിയാണ്. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്തോട്ടെ. നമ്മൾ അവരുടെ കയ്യിൽ, നമ്മുടെ കയ്യിൽ കയറി ഇടപെടാനും നിൽക്കണ്ട. അവരുടെ കയ്യിൽ നമ്മൾ ഇടപെടാൻ ചെല്ലാറുമില്ല. പക്ഷെ നമുക്ക് മോശമായിട്ട് നിന്നാൽ നമ്മൾ അവരുടെ ചൈതന്യം കൊണ്ട് പോരുകയും ചെയ്യും. അപ്പം എനിക്കൊരു ഡൗട്ട് പറഞ്ഞുതരാം. അതിന്റെ ഈ നശിഞ്ഞു പോയ കാര്യത്തെ കുറിച്ചല്ലേ ചോദിച്ചത്? അതെ, അതറിയാം. അതായത് ഉപനയനപരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂന്നൂലിട്ട ഒരു മന്ത്രദീക്ഷയിലാണ് ഇവർ ബന്ധിക്കുന്നത്. അപ്പൊ തന്നെ മന്ത്രം കൊണ്ട് ഞാൻ ബന്ധിച്ചു വെച്ചിരിക്കുക. എന്നിട്ട് മന്ത്ര ചരട് കൊണ്ട് ചുറ്റിനും ബന്ധിക്കും. ക്ഷേത്രങ്ങളിൽ കണ്ടിട്ടില്ലേ ചരട് കൊണ്ട് ബന്ധിച്ചിരിക്കുന്നത്, അഷ്ടബന്ധം കൊണ്ട്. അതേപോലെ ബന്ധിച്ച് നിർത്തിയിട്ട് തൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കോഴീനെയൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ട് ഇടിയാണ്, ആടിനെയൊക്കെ കൊണ്ടൊന്ന് വെട്ടിയാണ്. ഇത് കണ്ട ഓട്ടോമാറ്റിക്ക് താൻ പേടിക്കുവാ? പേടിക്കാൻ ചാൻസ് ഇല്ല. ശീലിച്ചു വളർന്നു. അല്ല, ശീലിച്ചു വളർന്ന അല്ലാത്തവരാണെങ്കിൽ നോർമലി പേടിക്കും. ഭീകരമായിട്ട് കൊണ്ടുവന്ന് പന്ത തെള്ളി അടിച്ച് പേടിക്കും. ഞാൻ ഒരു തെള്ളി അടിച്ച് കാണിച്ചു തരാം. തെള്ളി അടിച്ചാൽ ഞാൻ പുറകോട്ട് പോവും. അല്ലാതെ പോവും പുറകോട്ട്. അല്ലാതെ അന്നേരം ഇത്രയും ഭീകരപരമായിട്ട് കാണിച്ച് ബന്ധിച്ചിരിക്കുന്നതിനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോഴിയർപ്പും കാര്യങ്ങളും. ആ കുടുംബം മുന്നോട്ട് അതേപോലെ തന്നെ പേടിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിവില്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ആന ചവിട്ടിക്കൊന്നെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ് ആന ചവിട്ടിക്കൊന്നു? ആദ്യത്തെ പാപ്പന ഒന്നും ചെയ്തിട്ടില്ല, രണ്ടാം പാപ്പന ചവിട്ടിക്കൊന്നു. ആദ്യത്തെ പാപ്പന പേടിയായിരുന്നു, രണ്ടാമത്തെ പാപ്പന് കഴിവ് കുറവാണ്, പാങ്ങിന് കിട്ടിയപ്പോൾ ചവിട്ടിക്കൊന്നു. എന്ന് പറഞ്ഞ പോലെയാണ് മൂർത്തികളുടെ അടുക്കൽ നമ്മളെ എങ്ങനെ പെരുമാറുന്നു, ആ പെരുമാറ്റത്തിൽ ഒരു ഇഞ്ച് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ മൂർത്തി ഇങ്ങോട്ട് കയറി കളിക്കും. അന്നേരം വളരെ ഭദ്രമായി കയ്യിൽ വെച്ച് സൂക്ഷിക്കേണ്ടതും ചെയ്യേണ്ട കർമ്മം. അതുകൊണ്ടാണ് തന്ത്രദീക്ഷയിൽ എടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് ഭയമില്ലെന്ന് പറയുന്നതിൻ്റെ കാര്യം. ഞങ്ങൾ അവരെ ബന്ധിച്ചിട്ടില്ല, ഒരു മൂർത്തിനെ ബന്ധിച്ചു വെച്ചിട്ടില്ല, അഴിച്ചു വിട്ടിരിക്കുക. അതായത് ഒരു മൂർത്തിനെ നമ്മൾ ബന്ധനത്തിലല്ല, അവർക്ക് ഇരിക്കാം. ഇപ്പോൾ എൻ്റെ മഠത്തിൽ തന്നെ 8 മൂർത്തികളുണ്ട്. വിഷ്ണുമായ, കരിങ്കാളി മുത്തിയമ്മ, വീരഭദ്രൻ, കൊടുങ്ങല്ലൂരമ്മ, വരാഹി, പറക്കുട്ടി, കരിനീലി. മനസ്സിലായി? അന്നേരം ഇത്രയും മൂർത്തികൾ നമ്മൾ അവിടെ വെച്ചാരാധന നടത്തുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ സ്പേസിലാണ്, കാവിലാണ് ഇരിക്കുന്നത്, അല്ലാതെ ക്ഷേത്രമല്ല. അന്നേരം ചെറിയ സ്ഥലത്ത് കാവന്തരീക്ഷം എന്ന് പറയുമ്പോൾ എല്ലാ മൂർത്തികൾക്കും കൃത്യമായിട്ട് അവർക്ക് സന്തോഷപരമായി ഞങ്ങൾ വാരിക്കൊടുക്കാറില്ല. നിങ്ങൾ ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് നോക്കിയോ വാരിക്കൊടുക്കണതാണ്.
നേരത്തെ കൊടുക്കുന്ന കണ്ടിട്ടില്ല വാരിക്കും. എൻ്റെ മൂർത്തികൾക്ക് കയ്യും കാലൊക്കെ ഉണ്ട്. അപ്പൊ എനിക്കൊരു ഡൗട്ട് വന്നതാണ്, ഇപ്പം കൃഷ്ണനും വിഷ്ണു ശിവൻ ഇവരൊക്കെ ദൈവങ്ങളാണ്. ഈ ദൈവങ്ങളും ഇപ്പൊ മൂർത്തികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മൂർത്തികൾ തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഉപാസനാമൂർത്തികളുടെ പവറാണ്. അല്ലാതെ മൂർത്തികൾക്ക് എല്ലാത്തിനും വ്യത്യാസമൊന്നുമില്ല, എല്ലാത്തിൻ്റെ മൂലധാരം ഒന്ന് തന്നെ. പക്ഷേ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ശിവനൊരു പ്രത്യേകതയുണ്ട്, എല്ലാവർക്കും വരം കൊടുക്കും. ഈ വരം കൊടുത്താലുള്ള കുഴപ്പമുണ്ടാകും. ഇത് അവരപകടകാരിയായി കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു മൂർത്തിനെ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. പുള്ളിക്കാരൻ തന്നെ എല്ലാം കുഴപ്പമൊപ്പിച്ച് വെച്ചിരിക്കുന്നത്, അല്ലാതെ വേറെ ആരുമില്ല. ഓക്കെ, അല്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇപ്പം ശിവന്റെ മുമ്പിലായിക്കോട്ടെ, വിഷ്ണുവിന് മുമ്പിലായിക്കോട്ടെ, കൃഷ്ണന്റെ മുമ്പിലായിക്കോട്ടെ, പ്രാർത്ഥിച്ചാൽ കിട്ടാത്തൊരു സംഭവം ഇമീഡിയറ്റ് ആയിട്ട് മൂർത്തികളുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നു എന്നാണ് പലരും പറയുന്നത്. ഈവൻ ഇപ്പൊ പറഞ്ഞു ഈ അനുമോള് കപ്പടിക്കാൻ തന്നെ കാരണം ഒരു മൂർത്തിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പം എന്താണ് ആ ഒരു വ്യത്യാസം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ക്ഷേത്രത്തില് പോറുണ്ടോ? ഏത് ഏത് ഇതിലാണ് വിശ്വസിക്കുന്നത്? ഞാന് അങ്ങനെയൊന്നുമില്ല. അല്ല, ഏതിലാ വിശ്വസിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, ഒരു എനർജി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. എനർജി ക്ഷേത്രത്തിലോ പള്ളിയിലോ ഒന്നും പോകാറില്ല? രണ്ടിലും ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ പോകാറുള്ളത്? എൻ്റെ എല്ലാം നല്ല അല്ല, എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പോകും, കാര്യം സാധിക്കാൻ. ഒരു റെക്കമെൻഡ് ചെയ്യാനായിട്ട് പോകും. അതാണ് എല്ലാവരും റെക്കമെൻഡ് ചെയ്യാൻ തന്നെ പോകുന്നത്. അതായത് കാവന്തരീക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ഉപാസന എടുത്തിരിക്കുന്നവരുണ്ടാവും. അതായത് അവിടുത്തെ ആ വിളക്ക് വെച്ച് അതിനെ ബൂസ്റ്റ് ചെയ്ത് പവറാക്കി എടുക്കാൻ പറ്റുന്ന ആൾ. ഇപ്പം ഞാൻ എൻ്റെ പടത്തിൽ ഞാനത് ബൂസ്റ്റ് ചെയ്ത് പവറാക്കി എടുത്ത് വെച്ചിരിക്കുന്നു. ഈ പവറാക്കി എടുത്ത് കുറേ നാൾ കഴിയുമ്പോൾ അത് ക്ഷേത്രങ്ങളായിട്ട് മാറും. കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അത് ക്ഷേത്രമായി. അതായത് ഗുരുവായൂർ ഉൾപ്പെടെ ഉപാസനാമൂർത്തിയാണ്, എല്ലായിടത്തും ഉപാസനാമൂർത്തിയാണ്. ഗുരുവായൂർ കൃഷ്ണനല്ലേ? അപ്പോൾ അവിടെ മഹാവിഷ്ണു ആയിരിക്കും. നിങ്ങൾ കൃഷ്ണനെയല്ല കാണാൻ പോകണം, അവിടെ ഇരിക്കണ ആരാ ശരിക്കും? മഹാവിഷ്ണു. മഹാവിഷ്ണു ഒരു മൂർത്തിയാണെന്നാണ് പറയുന്നത്. മഹാവിഷ്ണുവാണ് അവിടെ ഇരിക്കുന്നത്. അവിടെ കൃഷ്ണനല്ല, കൃഷ്ണന്റെ ഇതല്ല അവിടെ ഇരിക്കുന്നത്, മഹാവിഷ്ണുവാണ്. നിങ്ങൾ പഠിച്ച് തിരക്കി നോക്കൂ. അതായത് പക്ഷെ ഗുരുവായൂർ എന്ന് പറയുമ്പോൾ എല്ലാരും കൃഷ്ണൻ എന്നാണ് ആദ്യം ഒരു ഇത് വരുന്നത്. എല്ലാരും കൃഷ്ണൻ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടാണ് ഗുരുവായൂർ പോകുന്നത്. ആണ്, എല്ലാവരും മഹാവിഷ്ണുവിൻ്റെ അടുക്കിലാണ് പോണത്. അതായത് കൃഷ്ണക്ഷേത്രത്തിലെ കൂടുതലും മഹാവിഷ്ണു ഉണ്ടാവും, അറിയാമോ? മഹാവിഷ്ണുവിൻ്റെ ഒരു ഭാഗം തന്നെ കൃഷ്ണനായിട്ട് വരുന്നത്. അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അവിടെ. ഞാൻ പറഞ്ഞില്ല, അവിടുത്തെ ഉപാസനാമൂർത്തി. ഇപ്പോൾ ഒരാൾ ഒരു ഉപാസന എടുക്കുകയാണ്, ഞാൻ ഇന്ന ഒരു മൂർത്തിനെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു മൂർത്തി, ഇപ്പോൾ ശിവനാണെങ്കിലും പാർവതിയാണെങ്കിലും സ്ത്രീകളാണെങ്കിൽ കാളിയാണെങ്കിലും, അങ്ങനെ അതിനെ വെച്ച് ആരാധിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് അതിനെ ആർജിച്ച് പവറാക്കി എടുക്കുക. ആ ശക്തി, ആ പോസിറ്റീവ് എനർജി കൂടുന്നതാണ് കാവുകളിൽ കൂടുതലായിരിക്കും, അന്തരീക്ഷത്തിൽ കൂടുതലായിരിക്കും, എനർജി കൂടുതലായിരിക്കും. ക്ഷേത്രങ്ങളിൽ അല്ല. അവർക്ക് ക്ഷേത്രങ്ങൾ ഇപ്പോഴത്തെ സംബന്ധിച്ചെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പൈസ കൊടുക്കുകയാണെങ്കിലേ ചെയ്യുള്ളൂ. ക്ഷേത്രങ്ങൾ തന്നെ ഇപ്പോൾ വീട്ടിൽ കൊണ്ടുവരാവുന്ന കാശുണ്ടെങ്കിൽ വീട്ടിൽ വരും ക്ഷേത്രം. ആ ഒരു സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അന്നേരം അവിടെ ഇരിക്കുന്ന പൂജാരി വിചാരിക്കണം, നിങ്ങളുടെ കാര്യം ഇപ്പോൾ മാമിൻ്റെ കാര്യം സാധിക്കണമെങ്കിൽ അവിടെ ഇരിക്കുന്ന പൂജാരി വിചാരിക്കണം, നീ അവിടെ ചെന്ന് തലയിൽ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്നുവെച്ചാൽ ബന്ധിച്ചിരിക്കുന്ന മൂർത്തിനെ പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെ കൊണ്ടു നടക്കുന്നതായിട്ടുള്ള ആൾ വേണം. അതിൻ്റെ തന്ത്രസ്ഥാനത്തിരിക്കുന്ന പൂജാരിമാരുമായിട്ടുള്ള സേവ എടുത്തിരിക്കുന്നവരെ പറഞ്ഞാലേ കേൾക്കുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ത്രൂ ആക്കി കൊടുക്കണം. അതാരെങ്കിലും ത്രൂ ഒരു അനുഗ്രഹം തലയിൽ തൊട്ടൊരു അനുഗ്രഹം തരത്തില്ലല്ലോ അവർ. എന്തുകൊണ്ട് തരുന്നില്ല? എന്തുകൊണ്ടാണ് തരാത്തത്? തരാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പേടിയാണ്, അവരുടെ അനുഗ്രഹം മൊത്തം പോകും. ഞങ്ങൾ ലൈവ് അനുഗ്രഹം കൊടുക്കും.